മറ്റു വാർത്തകളിലേക്ക് ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചു. സിദ്ദിഖിനെ ഇന്നും പിടികൂടാനായിട്ടില്ല. എറണാകുളത്തും ജില്ലയ്ക്ക് പുറത്തും SATയുടെ പരിശോധന തുടരുകയാണ്. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിനു ശേഷം സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെയും പോലീസിന് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സിദ്ദിഖിന്റെ പല സ്ഥലങ്ങളിലും സിദ്ദിഖിന്റെ വീടുകൾ, അതോടൊപ്പം തന്നെ ബന്ധുക്കൾ, ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ ഇന്നും തുടരുകയായിരുന്നു. സിദ്ദിഖിനെ കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ആയിരുന്നത് അത് രാവിലെ വീണ്ടും സ്വിച്ച് ഓൺ ആയി. പക്ഷേ അതിനുശേഷം വീണ്ടും അത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഇതിൻ്റെ ഒരു ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് പോലീസിന് സിദ്ദിഖിലേക്ക് എത്താനായിട്ട് സാധിക്കാത്തത് എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ അതിജീവിതയടക്കം നേരത്തെയും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അന്വേഷണ സംഘം പലപ്പോഴും സിദ്ദിഖിന് സഹായകരമാകുന്ന രീതിയിൽ നിൽക്കുകയാണ്. പല മൊഴികളടക്കം പുറത്തു വരുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിലേക്ക് ഈ അന്വേഷണം എത്താത്തതിന് വലിയ രീതിയിൽ തന്നെ നിശിതമായ വിമർശനം അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു സജീവ സാധ്യത പരിഗണിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സവാദ ഹർജി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ എന്താണ് സംസ്ഥാന സർക്കാരിനടക്കം പറയുവാനുള്ളത് എന്നത് കേൾക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്, തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത്ത് കുമാറാണ് ഹാജരാകുക. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തന്നെയും ഒരു നിർദ്ദേശം ഇതിനടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർക്ക് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന്റെ പകർപ്പ് അടക്കം ഇതിൽ അഭിഭാഷകർക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും തന്നെയും സിദ്ദിഖിന് എതിരായ വന്ന വിമർശനങ്ങൾ തന്നെയാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ അടക്കം ഇങ്ങനൊരു നീക്കമുണ്ടായാൽ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ഈ ഒരു വാദം ജാമ്യത്തിലെ ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചാൽ ശക്തമായി എതിർക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം തീരുമാനം. നേരത്തെ പരാതിക്കാരിയും സ്വന്തം നിലയിൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം തടസ്സ ഹർജി നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോഴും തന്നെ തുടരുകയാണ്. ലൈംഗിക പീഡന പരാതിയിൽ നടൻ